അങ്ങനെ ഞാനും സച്ചിനും കൂടെ ബസ്സിൽ പോകുന്നത് വേറെ എങ്ങോട്ടും കേട്ടോ, പാണ്ടിക്കാട് PK ഹോസ്പിറ്റലിലേക്കാണ്. അപ്പോൾ അനിയത്തിൻ്റെ ഡെലിവറി കഴിഞ്ഞു, പെൺകുട്ടിയാണ്. അപ്പോൾ ഞാനും സച്ചിനും കൂടിയാണ് കാണാൻ വേണ്ടി പോകുന്നത്. കിച്ചുവിന് ക്ലാസ് ഉണ്ട്, ഇന്ന് വെള്ളിയാഴ്ചത്തെ ഒരു വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ കിച്ചു ക്ലാസ്സിന് പോയി, അമ്പാടി ഞങ്ങൾ കൂടെ പോകുന്നില്ല ബസ്സിലാണെന്ന് അറിഞ്ഞപ്പോൾ. സച്ചുട്ടിന് പിന്നെ അവൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇന്ന് ലീവാണ്. അപ്പോൾ എന്തൊക്കെയായിട്ട് തുണയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സച്ചുട്ടിനെ കൂട്ടി. അങ്ങനെ ഞങ്ങൾ കുഞ്ഞിന് വേണ്ടി 2 ഉടുപ്പും ഒരു ഡ്രൈ ഷീറ്റൊക്കെ വാങ്ങിയിട്ട് റൂമിലേക്ക് പോയിട്ടോ. അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോൾ അനിയനും അനിയൻ്റെ കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഹെമിക്കൂട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ കുഞ്ഞുവാവ, പെൺകുട്ടിയാണ്. അപ്പോൾ എനിക്ക് 3 ആൺകുട്ടികളും അനിയത്തിമാർക്ക് 2 പേർക്ക് ഓരോ ആൺകുട്ടികളും കൂടി, അങ്ങനെ 5 ആൺകുട്ടികളിട്ട് നമ്മളെ വീട്ടിലുള്ളത്. അപ്പോൾ 5 ആൺകുട്ടികൾക്ക് ശേഷം ഉണ്ടായതാണ് ഇപ്പോൾ ഒരു പെൺകുട്ടി. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് പോകുന്നു, ഇടവണ്ണ എത്തിയിട്ടോ. അപ്പോൾ ഞാൻ വെച്ചിട്ട് നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓരോ അനാറിൻ്റെ ജ്യൂസൊക്കെ വാങ്ങി കുടിച്ച് പിന്നെ ഞങ്ങൾ വേഗം പോയിട്ടോ. അപ്പോൾ സ്റ്റാൻഡിലെത്തിയപ്പോൾ, ഇടവണ്ണ സ്റ്റാൻഡിലെത്തിയപ്പോൾ നമുക്ക് നാട്ടിലേക്കുള്ള ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇടവണ്ണ പുഴയാണ് കേട്ടോ, ചാലിയാർ. അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തി. നമ്മളുടെ നാട്ടിലത്തെ കുറച്ച് കാഴ്ചകളാണ് കേട്ടത്. പിന്നെ ബസ് ഇറങ്ങിയിട്ട് വേഗം തറവാട്ടിലേക്ക് പോയിട്ടോ. ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചേ ഉള്ളൂ തറവാട്ടിലേക്ക്. അപ്പോൾ അമ്പാടിനെ തറവാട്ടിലാക്കിയിട്ടാണ് പോയിരുന്നത്. അപ്പോൾ അമ്പാടി അച്ഛൻ്റെ കൂടെ ഷെഡിൽ നല്ല പണിയിലാണ് കേട്ടോ. അവനോട് ഞാൻ എൻ്റെ കൂടെ പോരാൻ പറഞ്ഞിട്ട് അവൻ പോരുന്നില്ല, ഞാൻ വൈകിട്ട് വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവനെ കുറേ നേരം വിളിച്ച് അവൻ പോകുന്നില്ല. പിന്നെ ഞാനും സച്ചുട്ടനും കൂടെ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് നടന്ന് പോവാണ്. അപ്പോൾ സച്ചുട്ടനാണെങ്കിൽ ഭയങ്കര ക്ഷീണം, ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട്. അങ്ങനെ നമ്മളിതാ വീടെത്തിയിട്ടോ. ഇന്നാണെങ്കിലോ ഭയങ്കര വെയിലും ചൂടും സഹിക്കാൻ പറ്റാത്ത ക്ഷീണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ചാനലിൽ കയറിയിട്ട് എല്ലാവരും വീഡിയോസ് നോക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ അത് വേഗം തന്നെ ഡോറൊക്കെ തുറന്ന് ഞാനും സച്ചുട്ടനും കൂടെ അകത്ത് കയറി വേഗം കുളിച്ചിട്ടോ. അപ്പോൾ പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.